നമ്മുടെ വീടിൻ്റെ വാതൊക്കെ കൂടെ ഒരു ആന പോയി. കഴിഞ്ഞ 1 വർഷം ആകുന്നു. ഈ ആന പോയിട്ട് കറക്റ്റ് വീടിൻ്റെ വാതൊക്കെ വന്ന് ആന തൂറി. തൂറരുത്, വാസുദേവന നമ്മുടെ സുഹൃത്താ, തൂറരുതെന്ന്. പിണ്ട ആന പിണ്ട വിട്ടു. ഞാനും കണ്ടുകൊണ്ടിരിക്കുക ആന പിണ്ട വിടുന്നത്. പക്ഷെ ആന പിണ്ട വിട്ട് കഴിഞ്ഞിട്ട് ഒരു എന്തോ ഈ പിണ്ണതയിലും പോലത്തെ ഒരു സാധനം കൂടെ എൻ്റെ കൂടിങ്ങനെ താഴോട്ട് ഒഴുകി വന്നു. എന്തായാലും വേണ്ടമില്ല. പിണ്ണതയിലും പ്രസവിക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നതാണെന്ന്. ദേഹത്ത് പ്രസവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ദേഹത്ത് തേച്ച് പിടിപ്പിക്കുന്ന പിണ്ണതയിലും അത് പുള്ളിക്കറിയാം. അപ്പോൾ ആന പിണ്ട വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ ചിലർ പറഞ്ഞു ഇതുപോലെ ഈ പിണ്ടം നല്ലതാണ്, കാച്ചിലിന് നല്ലതാണ്, മൂട്ടം കാച്ചിലുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ കാച്ചിൽ വലിയ പ്രിയമുള്ള ഒരു കാര്യമാണ്. ഉടനെ തന്നെ ഞാൻ ചെന്ന് പെട്ടെന്നൊരു ചപ്പൂരിയിൽ ഇത് നിൽക്കും. ഒരു വശത്തോട്ട് പോരും, 6 വശത്തോട്ട് കൊണ്ടങ്ങ് പോകും. പിന്നെ ഒരു പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ടുവന്ന് ചപ്പൂരിയുടെ തെള്ളി അതിലിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് എല്ലാം റെഡിയായി കാച്ചിലിൻ്റെ ചുവട്ടിൽ വലിയ മമ്മട്ടിയൊക്കെ കൊണ്ട് മാറ്റി എല്ലാം റെഡിയാക്കി അടച്ചൊക്കെ ഇട്ടു. ഇന്നലെ പോയി ഞാൻ കാച്ചിൽ പറിച്ചു. എന്ത് പറയാനാ, ആ കാച്ചിൽ പറിക്കാൻ ഞാനിപ്പോൾ വലിയ സന്തോഷത്തോടെ ആനപ്പിണ്ടം പോലത്തെ സാധനമായിരിക്കും ഒരാനപ്പിണ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചിൽ പറിക്കുമ്പോൾ ഇരട്ടിയൊക്കെ ആവുമല്ലോ. കാച്ചിൽ പറിച്ചു എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ സുഹൃത്തുക്കളെ സാധാരണ ഒരു കാച്ചിലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ പൂടയെങ്കിലും കാണും. ഇത് ഒരു പൂടക്കാച്ചിൽ പോലും ഇല്ല. ഇത് കണ്ടോ, ഈ സാധനമാണ് കിട്ടിയത്. അതുകൊണ്ട് ജീവനുണ്ടെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പോലിരിക്കും. ജീവനുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ ആനപ്പിണ്ടം കൊണ്ടുവന്ന് കാച്ചിലിന് വെക്കരുത്. കാച്ചിൽ ഉണ്ടാവത്തില്ല, തിരിച്ച് കിട്ടുന്ന സാധനം വേറെ.